ഹായ് എവരി വൺ. ഇന്നത്തെ പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ബീഫ് റോസ്റ്റ് ഓയിൽ ചേർക്കാതെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനത് മഡ് പോട്ടിലാണ് ചെയ്യുന്നത്, മൺചട്ടിയിൽ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ: ബീഫ് ഒരു 500 ഗ്രാം ഫ്രഷ് ബീഫാണ്, ബോൺലെസ്. ടൊമാറ്റോ, ക്രഷ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക്, ചോപ്ഡ് ഓനിയൻ, ഞാനൊരു 2 ഓനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് കട്ട് പീസുണ്ട്, തേങ്ങാക്കൊത്ത്, കറി ലീഫ്. പിന്നെ അതിൽ ചേർക്കാനുള്ള മസാലകളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ചേർത്തിരിക്കുന്ന ഈ 500 ഗ്രാം ബീഫിന് ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടേ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആവശ്യമുള്ളത്. പിന്നെ ഞാനൊരു സ്പൂൺ ചില്ലി പൗഡർ, 1/2 സ്പൂൺ പെപ്പർ, 1 സ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ കുറച്ച് ടർമറിക്, ഗരം മസാല പൗഡർ. ഗരം മസാല ഞാൻ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ബീഫ് എടുത്ത് ചട്ടിയിലേക്ക് ഇടുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇടുന്നു ക്രഷ്ഡ് ജിഞ്ചറും ഗാർലിക്കും ഇടുന്നുണ്ട്. അതുപോലെ ഓനിയൻ, ചോപ്ഡ് ഓനിയൻ ഇടുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ, പിന്നെ കറി ലീവ്സ് ആൻഡ് കോക്കനട്ട് കട്ട് എല്ലാം അതിൽ തന്നെ ആഡ് ചെയ്യുകയാണ്. എവറിത്തിങ് ഐ എം ആഡിങ് ഇറ്റ് ടുഗദർ. ഐ എം ആഡിങ് 1 സ്മോൾ സ്പൂൺ വിനെഗർ. ഇതിൽ മസാലകളെല്ലാം ഞാനൊന്ന് ചൂടാക്കിയതാണ്. ഒരു ഫ്രൈ പാനിൽ ഇത് മൊത്തം ഒന്ന് ചൂടാക്കിയതാണ്. ആ ചൂടാക്കിയ മസാല ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് വാട്ടർ ഞാൻ അതിൻ്റെ കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ഓൾ ടുഗദർ, മിക്സ് വെൽ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം, മിക്സ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആഡ് ലിറ്റിൽ സോൾട്ട് and mix well all together. Added with this everything together without oil. ഇതിൽ ഞാൻ 1/2 ഗ്ലാസ് വാട്ടർ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഓൺലി ആഡഡ് 1/2 ഗ്ലാസ് വാട്ടർ. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. വെറും ലോ ഫ്ലെയിമിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ നമ്മളിത് അടച്ച് വേവിക്കാൻ പോവാണ്. ഞാൻ ചെറിയ പീസസ് ആയിട്ടാണ് അത് ബീഫിനെ കട്ട് ചെയ്തിരിക്കുന്നത്. സോ ഓൾ മിക്സ് വെൽ. നൗ I'll close this pot. I close the pot. Will in between open and just stir well, because we have to check the water level. So we'll keep for 20 minutes like this. ഇപ്പോൾ ഒരു 10 minutes ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. After 10 minutes I'm just opening and check what is the level of water. നമുക്കൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. വാട്ടർ, ഇനഫ് വാട്ടർ ഉണ്ട്. So still we have to cook more time. കുറച്ചും കൂടെ അടച്ച് വേവിക്കാം നമുക്ക്.
closing it again. So wait till 10 more minutes. Total 20 minutes over now, cooking time. We will open and check. I will stir it now and check. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. More dry we want. We will keep again closed for 5 minutes, then we will check. നമ്മുടെ ഫ്രഷ് ബീഫായിരുന്നു. ഫ്രഷ് ബീഫ് ബോൺലെസ് വിത്തൗട്ട് ഓയിൽ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചത്. അതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ബോൺലെസ് ബീഫ് 500 ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു. 1 സ്പൂൺ ചില്ലി പൗഡറും 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ pepper powder, turmeric little. Then we add all together onion, tomato, curry leaves, coconut cut. Then mix all well. Half glass of water only we added in this. Then 1 tablespoon vinegar also added. Salt to taste. So now almost 25 minutes over. In between we have to open and check and stir it well. Now I am opening. Now the beef is like this. We will add some more curry leaf finally, and I am adding at the end little garam masala and little pepper on top of it, and we have to stir it well. So now it's done without oil. We have prepared this beef roast. Beef pieces is small, so easy to cook. So I made this beef pieces very small. So 25 to 30 minutes with low flame you can make like this. Please try. Like my videos and subscribe my channel. So I'll take this finishing time. Now I'll serve in the serving dish. If you want to make it more dry, little more time you keep in the stove. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് വിത്തൗട്ട് ഓയിൽ. I didn't add any oil for this. Please watch my videos, subscribe my channels, try. Thank you.